ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് എരഞ്ഞിപ്പാലമാണ്. എരഞ്ഞിപ്പാലം ബൈപ്പാസ് നിങ്ങൾക്ക് എല്ലാവരും കണ്ട എരഞ്ഞിപ്പാലത്തിൻ്റെ അശോക ലേലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. ഭയങ്കര നല്ല സർവീസൊക്കെയാണ് ഇവിടെ. നിങ്ങൾ എന്തെങ്കിലും വാങ്ങാണ്ട് വാങ്ങിക്കോളി. പിന്നെ ഇതുണ്ടല്ലോ, ഇവിടെ ത്രെഡിങ് ഫ്രീ ആണ് കേട്ടോ. എന്താ ഡെർമാസ് എന്നാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മളിതാ സൈലം പാർക്കിങ്ങിൻ്റെ അടുത്തെത്തി. ബസ് പോണ KSRTC. മികച്ച ക്വാളിറ്റി സൈലം പാർക്കിംഗ്. നമ്മൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്യാം. റെഡ് ഇൻ്റെതാണ്, വൈറ്റ് ജിബിന, ആൻഡ് ഈ സ്കൂട്ടർ ഭവിഷ്യൻ്റെത്. ആ മാരുതി വെള്ളതാണ് കേട്ടോ, ആയിഷേൻ്റെതാണ്. നമ്മളിങ്ങനെ നടക്കുക. പിന്നെ നമ്മളിതാ പാസ്പോർട്ട് ഓഫീസിൻ്റെ അടുത്ത് എത്തി കേട്ടോ. പാസ്പോർട്ട് ഓഫീസ് ആയിഷ ബസ് അത് ആയിഷേൻ്റെ 2 ബസ്സാണ്. ആയിഷേൻ്റെ 2 ബസ്സുണ്ട്, അവിടെ നിർത്തിയിട്ടതാണ്. നമ്മളിങ്ങനെ വരുമ്പോൾ പാസ്പോർട്ട് ഓഫീസ് പാസ്പോർട്ട് ഓഫീസ്. നമ്മളിങ്ങനെ നടക്കുന്നുണ്ട്. നമ്മുടെ കോഫി ഷോപ്പിലേക്ക് കുറച്ച് ദൂരമുണ്ട്. നമ്മുടെ ഇവിടെയൊന്നും ഇല്ല. ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമായി നമുക്ക് തിന്നാനൊക്കെ. ഇത് ഇത്രയും ദൂരമായിരിക്കും. അയ്യോ, ആ ഏട്ടൻ്റെ ഒരു ചാക്ക് വീണു. ആ ഏട്ടൻ അവിടെ നിന്നതാ അത് ചാക്ക് കയറ്റുന്നുണ്ട്. ആംബുലൻസ് വരുന്നുണ്ട് കേട്ടോ. ആയിഷ മാറിയോ? പിന്നെ നമ്മൾ നടന്ന് SBIൻ്റെ അടുത്ത് എത്തിക്കുന്നു കേട്ടോ. SBI ജിബിനേൻ്റെ ഒരു 10,000-ൻ്റെ സൽവാർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡോൾഫിനിൽ. പക്ഷെ കീറിപ്പോയി. അതുകൊണ്ട് ഞങ്ങളിനി അവിടെ പോവില്ല. 2 ഏട്ടന്മാരുടെ വണ്ടിയുമ്മ പോകുന്ന. നൂല് മൊത്തം പോയി. നൂല് മൊത്തം പോയി പോലെ. അപ്പോൾ ഈ എൻ്റെ 20,000-ൻ്റെ സാരി അവിടെ കൊടുക്കാൻ വെച്ചിട്ട് കൊടുക്കുന്നില്ല അല്ലേ? അങ്ങനെ നമ്മളിത് ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ജ്യൂസ് കുടിക്കാം. ഇവിടെ ഇളന്നിയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അവിടെ 2-3 ഇളന്നിയൊക്കെ ഉണ്ട്. നമ്മളിതവിടെ കുറേ സാധനങ്ങളുണ്ട് ഗൈസ്. നമ്മൾ കട്ട്ലേറ്റ് വാങ്ങണ്ട, ഇത് വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത് ഗൈസ്. എന്താ വെച്ചാൽ കട്ട്ലേറ്റ് വയറിന് നല്ലതാവില്ല. പരിപ്പ് വട ഉണ്ട്, ആന പരിപ്പ് വടയാണ്. നല്ല കടിച്ചാൽ പല്ല് വരെ പൊട്ടിപ്പോകുന്നൊരു പരിപ്പ് വട ഉണ്ട് അവിടെ. അപ്പം നമ്മൾ ലൈമും ഈ എന്താ പറയുക പാർലീൻ്റെ ഈ ഒരു ഇതുമാണ് വാങ്ങുന്നത്. ലേസ് ആണെങ്കിലും ഇപ്പോൾ 5 റുപ്യ മതി, മറ്റേതാണെങ്കിൽ 12 റുപ്യയും കൊടുക്കണം. അപ്പം ബാക്കി നമുക്ക് ലാഭിക്കാം. നാളെയും നമുക്ക് വരാമല്ലോ. അങ്ങനെ ഇവിടെ കുറേ കുട്ടികൾ വന്ന് കുറേ കുട്ടികൾ വന്ന് നിൽക്കുന്നുണ്ട് ഗൈസ്. ഇവർ 2 പേരാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ്. നമ്മളിവിടെ കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു. പക്ഷേ ഇതുവരെ സാധനം എത്തിയിട്ടില്ല. 5 മിനിറ്റായില്ലേ? 5 മിനിറ്റായി. പക്ഷെ ഇതുവരെ സാധനം എത്തിയിട്ടില്ല ഗായ്സ്. എന്താണെന്നറിയില്ല. ഇവരിവിടെ വേറെ ആൾക്കാർക്ക് ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട്, നമുക്ക് മാത്രം തരുന്നില്ല. എന്താണെന്നറിയില്ല. നമ്മളെ കണ്ടിട്ടാണോ എന്നുള്ള അറിയില്ല. ആ ഏട്ടൻ ജ്യൂസ് കുടിക്കുന്നുണ്ടോ? ആ ഏട്ടനൊക്കെ ഇപ്പം വന്നിട്ടേ ഉള്ളൂ. ആ ഏട്ടനൊക്കെ കുടിക്കുന്നുണ്ടല്ലേ. പിന്നെ ഇവർ 2 പേരാണെങ്കിൽ ജ്യൂസൊന്നും കിട്ടാണ്ട് കരയാൻ. ആ ഏട്ടൻ ജ്യൂസ് അടിക്കാൻ വേണ്ടി അകത്തേക്ക് പോയി.